എല്ലാവർക്കും ഡയറക്റ്റ് ഹോം PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളാണ്. ഇതിനെ സംബന്ധിച്ച് മുൻപൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. സോ ലെറ്റ്സ് കണ്ടിന്യൂ ദ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഭൂമിശാസ്ത്രത്തിൻ്റെ ശാഖകൾ വ്യവസ്ഥാപിത സമീപന പ്രകാരം മൂന്നായി തരംതിരിച്ചിരിക്കുന്നുണ്ട്. ഭൗതിക ഭൂമിശാസ്ത്രം, മാനവിക ഭൂമിശാസ്ത്രം, ജൈവ ഭൂമിശാസ്ത്രം എന്നിങ്ങനെ 3 തരത്തിൽ. അപ്പോൾ അതിനെ 3 വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഭൗതിക ഭൂമിശാസ്ത്രം അഥവാ ഫിസിക്കൽ ജിയോഗ്രഫി. അപ്പോൾ അതിലത്തെ ആദ്യത്തെ ഫാക്റ്റാണ് ഭൂരൂപങ്ങൾ, അവയുടെ പരിണാമം, അതോടനുബന്ധിച്ചുള്ള പ്രക്രിയകൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഭൂരൂപീകരണ ഭൂമിശാസ്ത്രം അഥവാ ജിയോമോർഫോളജി. എന്താണ് ഭൂരൂപങ്ങൾ, അവയുടെ പരിണാമം, അതോടനുബന്ധിച്ചുള്ള പ്രക്രിയകൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഭൂരൂപീകരണ ഭൂമിശാസ്ത്രം അഥവാ ജിയോമോർഫോളജി. നെക്സ്റ്റ്, അന്തരീക്ഷ ഘടന, കാലാവസ്ഥ ഘടകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് കാലാവസ്ഥാ ശാസ്ത്രം അഥവാ ക്ലൈമറ്റോളജി. അന്തരീക്ഷ ഘടന, കാലാവസ്ഥ ഘടകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ക്ലൈമറ്റോളജി അഥവാ കാലാവസ്ഥാ ശാസ്ത്രം. നെക്സ്റ്റ്, നദികൾ, കുളങ്ങൾ, തടാകങ്ങൾ, സമുദ്രങ്ങൾ, മറ്റു ജലാശയങ്ങൾ എന്നിവ ഉൾപ്പെടെ സമുദ്രോപരിതലത്തിലെ ജലമണ്ഡലത്തെക്കുറിച്ചും അവ മനുഷ്യജീവിതത്തിലും മനുഷ്യപ്രവർത്തനങ്ങളിലും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള പഠനമാണ് ജലശാസ്ത്രം അഥവാ ഹൈഡ്രോളജി. അപ്പോൾ ജലശാസ്ത്രം അഥവാ ഹൈഡ്രോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നദികൾ, കുളങ്ങൾ, തടാകങ്ങൾ, സമുദ്രങ്ങൾ, മറ്റു ജലാശയങ്ങൾ എന്നിവ ഉൾപ്പെട്ട ഭൗമോപരിതലത്തിലെ ജലമണ്ഡലത്തെക്കുറിച്ചും അവ മനുഷ്യജീവിതത്തിലും മനുഷ്യ പ്രവർത്തനങ്ങളിലും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള പഠനമാണ് ജലശാസ്ത്രം അഥവാ ഹൈഡ്രോളജി. അപ്പോൾ ഇതിലെ 4ാമത്തെ ഒരു ഫാക്റ്റാണ് മണ്ണ് ഭൂമിശാസ്ത്രം അഥവാ സോയിൽ ജിയോഗ്രഫി. അതെന്താണെന്ന് നോക്കാം. മണ്ണിൻ്റെ രൂപീകരണം, മണ്ണിനങ്ങൾ, മണ്ണിൻ്റെ വളക്കൂറ്, വിതരണം, മണ്ണിൻ്റെ ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് മണ്ണ് ഭൂമിശാസ്ത്രം അഥവാ സോയിൽ ജിയോഗ്രഫി. എന്താണ് മണ്ണിൻ്റെ രൂപീകരണം, മണ്ണിനങ്ങൾ, മണ്ണിൻ്റെ വളക്കൂറ്, വിതരണം, മണ്ണിൻ്റെ ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് സോയിൽ ജിയോഗ്രഫി അഥവാ മണ്ണ് ഭൂമിശാസ്ത്രം. അപ്പോൾ നമ്മൾ ഈ ഭൗതിക ഭൂമിശാസ്ത്രത്തിൽ 4 ഫാക്റ്റുകൾ പഠിച്ചു. ഭൂരൂപീകരണ ഭൂമിശാസ്ത്രം, കാലാവസ്ഥാ ശാസ്ത്രം, ജലശാസ്ത്രം, മണ്ണ് ഭൂമിശാസ്ത്രം എന്നിങ്ങനെ. അപ്പോൾ വ്യവസ്ഥാപിത സമീപന പ്രകാരമുള്ള ഭൂമിശാസ്ത്ര ശാഖയുടെ 2ാമത്തെ ശാഖയാണ് ഇനി പറയാൻ പോകുന്നത്, മാനവിക ഭൂമിശാസ്ത്രം അഥവാ ഹ്യൂമൻ ജിയോഗ്രഫി എന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകൾ നോക്കാം. സമൂഹം, സമൂഹത്തിൻ്റെ ചലനാത്മകത, സമൂഹത്തിൻ്റെ സാംസ്കാരിക ഘടകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് സാമൂഹ്യ ഭൂമിശാസ്ത്രം അഥവാ സാംസ്കാരിക ഭൂമിശാസ്ത്രം. അതിന് ഇംഗ്ലീഷ് ടൈമാണ് സോഷ്യൽ ജിയോഗ്രഫി അഥവാ കൾച്ചറൽ ജിയോഗ്രഫി എന്നത്. അപ്പോൾ എന്താണ് സമൂഹം, സമൂഹത്തിൻ്റെ ചലനാത്മകത, സമൂഹത്തിൻ്റെ സാംസ്കാരിക ഘടകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് സാമൂഹ്യ ഭൂമിശാസ്ത്രം അഥവാ സാംസ്കാരിക ഭൂമിശാസ്ത്രം. അതിൻ്റെ ഇംഗ്ലീഷ് ടൈമാണ് സോഷ്യൽ ജിയോഗ്രഫി അഥവാ കൾച്ചറൽ ജിയോഗ്രഫി എന്നത്. അടുത്ത ഫാക്റ്റ്, ജനസംഖ്യാ വളർച്ച, വിതരണം, സാന്ദ്രത, സ്ത്രീ പുരുഷാനുപാതം, കുടിയേറ്റം, തൊഴിൽ ഘടന തുടങ്ങിയവയെക്കുറിച്ചുള്ള പഠനമാണ് ജനസംഖ്യാ ഭൂമിശാസ്ത്രം അഥവാ പോപ്പുലേഷൻ ജിയോഗ്രഫി എന്നത്. എന്താ പറഞ്ഞത്? ജനസംഖ്യാ വളർച്ച, വിതരണം, സാന്ദ്രത, സ്ത്രീ പുരുഷാനുപാതം, കുടിയേറ്റം, തൊഴിൽ ഘടന തുടങ്ങിയവയെക്കുറിച്ചുള്ള പഠനമാണ് ജനസംഖ്യാ ഭൂമിശാസ്ത്രം അഥവാ പോപ്പുലേഷൻ ജിയോഗ്രഫി എന്നത്. നെക്സ്റ്റ്, നാഗരിക ഗ്രാമീണ വാസസ്ഥലങ്ങളുടെ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനമാണ് വാസസ്ഥല ഭൂമിശാസ്ത്രം അഥവാ സെറ്റിൽമെൻറ്റ് ജിയോഗ്രഫി. അപ്പോൾ വാസസ്ഥല ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? നാഗരിക ഗ്രാമീണ വാസസ്ഥലങ്ങളുടെ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനമാണ് വാസസ്ഥല ഭൂമിശാസ്ത്രം അഥവാ സെറ്റിൽമെൻറ്റ് ജിയോഗ്രഫി. അടുത്തൊരു ഫാക്റ്റ്, കൃഷി, വ്യവസായം, വിനോദസഞ്ചാരം, വാണിജ്യം, ഗതാഗതം, അടിസ്ഥാന സൗകര്യങ്ങൾ, സേവനങ്ങൾ എന്നിങ്ങനെ ജനങ്ങളുടെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ഭൂമിശാസ്ത്രം. അതിൻ്റെ ഇംഗ്ലീഷ് ടൈമാണ് എക്കണോമിക് ജിയോഗ്രഫി. അപ്പോൾ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് വെച്ചാൽ എന്താണ്? കൃഷി, വ്യവസായം, വിനോദസഞ്ചാരം, വാണിജ്യം, ഗതാഗതം, അടിസ്ഥാന സൗകര്യങ്ങൾ, സേവനങ്ങൾ എന്നിങ്ങനെ ജനങ്ങളുടെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക് ജിയോഗ്രഫി അഥവാ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഇനി മാനവിക ഭൂമിശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള 2 ഫാക്റ്റ് കൂടി നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ഫാക്റ്റ്, വിവിധ പ്രദേശങ്ങൾ ഇന്ന് കാണുന്ന വിധത്തിലായി മാറിയതിന് പിന്നിൽ
ചരിത്രപരമായ കാരണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ചരിത്ര ഭൂമിശാസ്ത്രം, അതായത് ഹിസ്റ്റോറിക്കൽ ജിയോഗ്രഫി. വിവിധ പ്രദേശങ്ങൾ ഇന്ന് കാണുന്ന വിധത്തിലായി മാറിയതിന് പിന്നിലെ ചരിത്രപരമായ കാരണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ചരിത്ര ഭൂമിശാസ്ത്രം അഥവാ ഹിസ്റ്റോറിക്കൽ ജിയോഗ്രഫി എന്നത്. ഭൗമസവിശേഷതകൾക്കുണ്ടാകുന്ന കാലീയ മാറ്റങ്ങളും ചരിത്ര ഭൂമിശാസ്ത്രത്തിൻ്റെ പരിധിയിൽപ്പെടുന്നു. എന്താണ്? ഭൗമ സവിശേഷതകൾക്കുണ്ടാകുന്ന കാലികമായ മാറ്റങ്ങളും ചരിത്ര ഭൂമിശാസ്ത്രത്തിൻ്റെ പരിധിയിൽപ്പെടുന്നു. അടുത്തൊരു ഫാക്റ്റ്: രാജ്യാതിർത്തികൾ, നിയോജക മണ്ഡലങ്ങളുടെ അതിര് നിശ്ചയിക്കൽ, തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം, അയൽ രാഷ്ട്രീയ യൂണിറ്റുകളുമായുള്ള സ്ഥലീയ ബന്ധം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് രാഷ്ട്രീയ ഭൂമിശാസ്ത്രം, അതായത് പൊളിറ്റിക്കൽ ജിയോഗ്രഫി. എന്താ പറഞ്ഞത്? രാജ്യാതിർത്തികൾ, നിയോജക മണ്ഡലങ്ങളുടെ അതിര് നിശ്ചയിക്കൽ, തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം, അയൽ രാഷ്ട്രീയ യൂണിറ്റുകളുമായുള്ള സ്ഥലീയ ബന്ധം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് രാഷ്ട്രീയ ഭൂമിശാസ്ത്രം അഥവാ പൊളിറ്റിക്കൽ ജിയോഗ്രഫി. അപ്പോൾ ഈ ശാസ്ത്രീയ ഭൂമിശാസ്ത്രത്തിൽ ഓരോയിടത്തെയും രാഷ്ട്രീയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കിക്കാണുന്നു. എന്താണ്? ഈ രാഷ്ട്രീയ ഭൂമിശാസ്ത്രത്തിൽ ഓരോ ഇടത്തെയും രാഷ്ട്രീയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കിക്കാണുന്നു. അപ്പോൾ മൂന്നാമത്തെ ശാഖയാണ് ജൈവ ഭൂമിശാസ്ത്രം, അതായത് ബയോജിയോഗ്രഫി. അപ്പോൾ അതിൽ ആദ്യത്തെ ഫാക്റ്റ് മീൻസ് എന്താണ് ജൈവ ഭൂമിശാസ്ത്രം എന്ന് പരിശോധിക്കാം. ഭൗതിക ഭൂമിശാസ്ത്രവും മാനവിക ഭൂമിശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഫലമായി വികാസം പ്രാപിച്ചതാണ് ജൈവ ഭൂമിശാസ്ത്രം. എന്താണ്? ഭൗതിക ഭൂമിശാസ്ത്രവും മാനവിക ഭൂമിശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഫലമായിട്ട് വികാസം പ്രാപിച്ചതാണ് ജൈവ ഭൂമിശാസ്ത്രം. അപ്പോൾ ഇതിൻ്റെ ഉപശാഖ എന്ന് പറയുമ്പോൾ 4 എണ്ണമുണ്ട്. സസ്യഭൂമിശാസ്ത്രം, ജന്തുഭൂമിശാസ്ത്രം, ആവാസശാസ്ത്രം, പരിസ്ഥിതി ഭൂമിശാസ്ത്രം എന്നിങ്ങനെ 4 കാറ്റഗറീസ് ഇതിനുണ്ട്. ഇനി നമുക്ക് ഈ 4 കാറ്റഗറീസും എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. അപ്പോൾ ആദ്യത്തെ സസ്യഭൂമിശാസ്ത്രം, അതായത് പ്ലാന്റ് ജിയോഗ്രഫി. പ്രകൃതിയാലുള്ള സസ്യജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയെയും അവയുടെ സ്ഥാനീയ വിതരണത്തെയും കുറിച്ചുള്ള പഠനമാണ് സസ്യഭൂമിശാസ്ത്രം എന്നത്. അപ്പോൾ എന്താ പറഞ്ഞാൽ? പ്ലാന്റ് ജിയോഗ്രഫി അഥവാ സസ്യഭൂമിശാസ്ത്രം പ്രകൃതിയാലുള്ള സസ്യജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയെയും അവയുടെ സ്ഥാനീയ വിതരണത്തെയും കുറിച്ചുള്ള പഠനമാണ് സസ്യഭൂമിശാസ്ത്രം അഥവാ പ്ലാന്റ് ജിയോഗ്രഫി. രണ്ടാമത്തേതാണ് ജന്തുഭൂമിശാസ്ത്രം, അതായത് സൂ ജിയോഗ്രഫി. ജന്തുക്കളുടെയും അവയുടെ വാസസ്ഥലങ്ങളുടെയും സ്ഥാനാനുസൃത വിതരണ രീതികളും അവിടുത്തെ ഭൂമിശാസ്ത്ര സവിശേഷതകളെയും കുറിച്ചുള്ള പഠനമാണ് ജന്തുഭൂമിശാസ്ത്രം, അതായത് സൂ ജിയോഗ്രഫി. അപ്പോൾ എന്താണ് ജന്തുഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞു വെച്ചാൽ, ജന്തുക്കളുടെയും അവയുടെ വാസസ്ഥലങ്ങളുടെയും സ്ഥാനാനുസൃത വിതരണ രീതികളും അവിടുത്തെ ഭൂമിശാസ്ത്ര സവിശേഷതകളെയും കുറിച്ചുള്ള പഠനമാണ് ജന്തുഭൂമിശാസ്ത്രം. അപ്പോൾ മൂന്നാമത്തെ കാറ്റഗറിയാണ് ആവാസശാസ്ത്രം, അതായത് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അതിന് ഇംഗ്ലീഷിൽ എക്കോളജി അല്ലെങ്കിൽ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നു. സസ്യ ജന്തുവർഗ്ഗങ്ങളുടെ തനതായ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ളൊരു പഠനമാണ് ആവാസശാസ്ത്രം, അതായത് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. എന്താണ്? സസ്യ ജന്തുവർഗ്ഗങ്ങളുടെ തനതായ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനമാണിത്. അപ്പോൾ ജൈവ ഭൂമിശാസ്ത്രത്തിൽ വരുന്ന 4ാമത്തെ കാറ്റഗറിയാണ് പരിസ്ഥിതി ഭൂമിശാസ്ത്രം അഥവാ എൻവയോൺമെൻറ്റൽ ജിയോഗ്രഫി എന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂ അപചയം, മലിനീകരണം തുടങ്ങിയ ആഗോള പരിസ്ഥിതിക പ്രശ്നങ്ങളെ സംബന്ധിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുമുള്ള ഉത്കണ്ഠയിൽ നിന്നാണ് പരിസ്ഥിതി ഭൂമിശാസ്ത്രം രൂപം കൊണ്ടത്. എന്താണ്? ഭൂ അപചയം, മലിനീകരണം തുടങ്ങിയ ആഗോള പരിസ്ഥിതിക പ്രശ്നങ്ങളെ സംബന്ധിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുമുള്ള ഉത്കണ്ഠയിൽ നിന്നാണ് പരിസ്ഥിതി ഭൂമിശാസ്ത്രം രൂപം കൊണ്ടത്. അപ്പോൾ ഈ പരിസ്ഥിതി ഭൂമിശാസ്ത്രത്തിന് ഇംഗ്ലീഷ് ടൈം നമ്മളെന്താ പറഞ്ഞത്? എൻവയോൺമെൻറ്റൽ ജിയോഗ്രഫി എന്നാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഭൂമിശാസ്ത്രത്തിൻ്റെ ശാഖകൾ മേഖലാ സമീപന പ്രകാരമാണ്. നേരത്തെ നമ്മൾ പഠിച്ചത് വ്യവസ്ഥാപിത സമീപന പ്രകാരമുള്ള 3 കാറ്റഗറീസാണ്. ഇനി പഠിക്കാൻ പോകുന്നത് മേഖലാ സമീപന പ്രകാരമുള്ള കാറ്റഗറികളാണ്. അപ്പോൾ ഭൂമിശാസ്ത്രത്തിൻ്റെ ശാഖകളെ നമുക്ക് മേഖലാ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4ആയി തരംതിരിക്കാൻ സാധിക്കും. ഭൂപ്രദേശ പഠനം, പ്രാദേശിക വികസനം, പ്രാദേശിക വിശകലനം, പ്രാദേശിക ആസൂത്രണം എന്നിങ്ങനെ 4ആയി തരംതിരിക്കാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ മേഖലാ സമീപന പ്രകാരം ഭൂമിശാസ്ത്രത്തിന് 4 ശാഖകളുണ്ട് എന്ന് പറഞ്ഞു. ആദ്യത്തെയാണ് ഭൂപ്രദേശ പഠനം, അതായത് റീജിയണൽ സ്റ്റഡീസ് ഓർ ഏരിയ സ്റ്റഡീസ്. എന്താണ് ഭൂപ്രദേശ പഠനം അഥവാ റീജിയണൽ സ്റ്റഡീസ് ഓർ ഏരിയ സ്റ്റഡീസ്? അപ്പോൾ ഇതിൽ വിസ്തൃതം, സാമാന്യ വിസ്തൃതം, സൂക്ഷ്മം എന്നിങ്ങനെ 3 തലത്തിലുള്ള മേഖലകളെ കുറിച്ചുള്ള പഠനമാണ് നടക്കുന്നത്. എന്താണ് ഈ ഭൂപ്രദേശ പഠനത്തിൽ?
വിസ്തൃതം, സാമാന്യ വിസ്തൃതം, സൂക്ഷ്മം എന്നിങ്ങനെ 3 തലങ്ങളിലുള്ള മേഖലകളെക്കുറിച്ചാണ് പഠനം നടക്കുന്നത്. രണ്ടാമത്തേതാണ് പ്രാദേശിക ആസൂത്രണം, അതായത് റീജിയണൽ പ്ലാനിങ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നഗരാസൂത്രണം, ഗ്രാമാസൂത്രണം എന്നിവ അതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഈ നഗരാസൂത്രണം, ഗ്രാമാസൂത്രണം എന്നിവ ഉൾപ്പെടുന്ന ഒരു ഇതാണ് പ്രാദേശിക ആസൂത്രണം അഥവാ റീജിയണൽ പ്ലാനിങ്. മൂന്നാമത്തെ ശാഖയാണ് പ്രാദേശിക വികസനം, അതായത് റീജിയണൽ ഡെവലപ്മെൻറ്റ് എന്ന്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റല്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അതായത് ഈ പ്രാദേശിക വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫാക്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നമുക്കില്ല. അപ്പോൾ നാലാമത്തേതാണ് പ്രാദേശിക വിശകലനം, അതായത് റീജിയണൽ അനാലിസിസ് എന്നത്. അപ്പോൾ ഈ മേൽ പറഞ്ഞ വിവിധ ശാഖകൾക്കൊക്കെയും പൊതുവായ 2 ഘടകങ്ങളുണ്ട്. അവയാണ് തത്വശാസ്ത്രവും പഠനരീതികളും സാങ്കേതികങ്ങളും എന്നിങ്ങനെ. എന്താണ് മേൽ പറഞ്ഞ ഈ 4 ശാഖകൾ ഏതൊക്കെയാണ്? ഭൂപ്രദേശ പഠനം, പ്രാദേശിക ആസൂത്രണം, പ്രാദേശിക വികസനം, പ്രാദേശിക വിശകലനം. അപ്പോൾ ഈ 4 ശാഖകൾക്കും പൊതുവായിട്ട് 2 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേത് തത്വശാസ്ത്രം എന്ന് പറയും. രണ്ടാമത്തേതാണ് പഠനരീതികളും സങ്കേതങ്ങളും എന്നത്. അതിൽ തത്വശാസ്ത്രത്തിൽ ഉൾപ്പെടുന്നതാണ് ഭൂമിശാസ്ത്ര ചിന്തകളും അതുപോലെ തന്നെ മനുഷ്യനും ഭൂമിയും തമ്മിലുള്ള പരസ്പര ബന്ധവും. എന്താ പറഞ്ഞത്? തത്വശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന 2 കാറ്റഗറീസാണ് ഭൂമിശാസ്ത്ര ചിന്തകളും മനുഷ്യനും ഭൂമിയും തമ്മിലുള്ള പരസ്പര ബന്ധവും, അതുപോലെ തന്നെ മനുഷ്യാവാസ ശാസ്ത്രവും. രണ്ടാമത് പറഞ്ഞ ഘടകമാണ് പഠനരീതികളും സങ്കേതങ്ങളും. അപ്പോൾ അതിൽ തന്നെ എന്താണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഭൂപട നിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാ ഭൂപട നിർമ്മാണ രീതികളും ഇതിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ പരിണാമ സിദ്ധാന്തങ്ങൾ ഇതിൽപ്പെടുന്നു. പിന്നെ ഫീൽഡ് സർവേകൾ, പിന്നെ GPS, GIS, വിദൂര സംവേദനം എന്നിവ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ GPS, GIS, വിദൂര സംവേദനം എന്നിവ ഉൾപ്പെടുന്ന ജിയോ ഇൻഫർമാറ്റിക്സ്. അപ്പോൾ ഈ തത്വശാസ്ത്രവും പഠിച്ചു, പഠനരീതികളും പഠിച്ചു. അപ്പോൾ ഈ പഠനരീതികളിൽ വരുന്ന ഈ മെത്തേഡുകൾ നമുക്കൊന്നും കൂടി നോക്കാം. കമ്പ്യൂട്ടർ അധിഷ്ഠിത ഭൂപട നിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാ ഭൂപട നിർമ്മാണ രീതികളും ഇതിൽ പെടുന്നു. അതുപോലെ തന്നെ പരിണാമ സിദ്ധാന്തങ്ങൾ, പിന്നെ ഫീൽഡ് സർവേകൾ, GPS, GIS, വിദൂര സംവേദനം എന്നിവയൊക്കെ ഈ പറഞ്ഞ പോലെ ഈ പഠനരീതികളും സങ്കേതങ്ങളും എന്നൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കാണ് ഭൗതിക ഭൂമിശാസ്ത്രം. അപ്പോൾ അതിലത്തെ ഫാക്റ്റ് നോക്കാം. ശിലാമണ്ഡലം, അന്തരീക്ഷം, ജലമണ്ഡലം, ജൈവമണ്ഡലം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഭൗതിക ഭൂമിശാസ്ത്രം. അപ്പോൾ ഭൗതിക ഭൂമിശാസ്ത്രം എന്ന് വെച്ചാൽ എന്താണ്? ശിലാമണ്ഡലം, അന്തരീക്ഷം, ജലമണ്ഡലം, ജൈവമണ്ഡലം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഭൗതിക ഭൂമിശാസ്ത്രം. നെക്സ്റ്റ്, ശിലാമണ്ഡലത്തിൽ ഉൾപ്പെടുന്നവയാണ് ഭൂരൂപങ്ങൾ, നീരൊഴുക്ക്, ഭൂപ്രകൃതി എന്നിങ്ങനെ. എന്താണ്? ശിലാമണ്ഡലത്തിൽ ഉൾപ്പെടുന്നവയാണ് ഭൂരൂപങ്ങൾ, നീരൊഴുക്ക്, ഭൂപ്രകൃതി എന്നിങ്ങനെ. നെക്സ്റ്റ് ഫാക്റ്റ്, അന്തരീക്ഷത്തിൽ ഉൾപ്പെടുന്നവയാണ് അതിലുള്ള ഘടകങ്ങൾ, കാലാവസ്ഥയുടെയും അന്തരീക്ഷസ്ഥിതിയുടെയും ഘടകങ്ങളും നിയന്ത്രണങ്ങളും, താപനില, മർദ്ദം, കാറ്റുകൾ, വർഷണം, കാലാവസ്ഥ ഇനങ്ങൾ എന്നിങ്ങനെ. അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ ഉൾപ്പെടുന്ന ഘടകങ്ങളാണ് അതിലുള്ള ഘടകങ്ങൾ, കാലാവസ്ഥയുടെയും അന്തരീക്ഷസ്ഥിതിയുടെയും ഘടകങ്ങളും നിയന്ത്രണങ്ങളും, താപനില, മർദ്ദം, കാറ്റുകൾ, വർഷണം, കാലാവസ്ഥ എന്നിവയെ ഈ പറഞ്ഞ ഫാക്റ്റുകളൊക്കെ ഉൾപ്പെടുന്നത് അന്തരീക്ഷത്തിലാണ്. അടുത്തത് ജലമണ്ഡലത്തിൽ ഉൾപ്പെടുന്നവയാണ് സമുദ്രങ്ങൾ, കടലുകൾ, തടാകങ്ങൾ, അവയോടനുബന്ധിച്ചുള്ള ജലമേഖലകളും ഈ പറഞ്ഞ പോലെ ജലമണ്ഡലത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ജലമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? സമുദ്രങ്ങൾ, കടലുകൾ, തടാകങ്ങളും അവയോടനുബന്ധിച്ചുള്ള ജലമേഖലകളും. പിന്നീട് പറയുന്നതാണ് ഈ ജൈവമണ്ഡലത്തിൽ ഉൾപ്പെടുന്നവ. അപ്പോൾ ഈ ജൈവമണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഇതാണ് മനുഷ്യനുൾപ്പെടെയുള്ള ജീവരൂപങ്ങളും വലിയ ജീവികളും അവയുടെ നിലനിൽപ്പിനായുള്ള സംവിധാനങ്ങളും, ആഹാര ശൃംഖല, ആവാസ മാനദണ്ഡങ്ങൾ, ആവാസ സന്തുലനം. അപ്പോൾ ജൈവമണ്ഡലത്തിൽ ഉൾപ്പെടുന്നവയാണ് മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവരൂപങ്ങളും വലിയ ജീവികളും അവയുടെ നിലനിൽപ്പിനായുള്ള സംവിധാനങ്ങളും, ആഹാര ശൃംഖല, ആവാസ മാനദണ്ഡങ്ങളും, ആവാസ സന്തുലനവും. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്, മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നതാണ് പെഡോജനസിസ്. അപ്പോൾ പെഡോജനസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പെഡോജനസിസ്. നെക്സ്റ്റ്, പെഡോജനസിസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മാതൃശിലകൾ, കാലാവസ്ഥ, ജൈവപ്രവർത്തനങ്ങൾ, സമയം എന്നിങ്ങനെ. നമ്മൾ പറഞ്ഞു മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് പെഡോജനസിസ്.
അപ്പോൾ അതുപോലെ തന്നെ ഈ പെഡോജനസിസിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് മാതൃശിലകൾ, കാലാവസ്ഥ, ജൈവപ്രവർത്തനങ്ങൾ, സമയം എന്നിങ്ങനെ. നെക്സ്റ്റ് സമയം. മണ്ണിന് പാകത വരുത്തുന്നതും മൺപാളികൾ രൂപം കൊള്ളുന്നതിനും കാരണമാകുന്നു. എന്താണ് സമയം അല്ലെങ്കിൽ കാലയളവ് എന്ന് പറയുന്നത്? മണ്ണിന് പാകത വരുന്നതും മൺപാളികൾ രൂപം കൊള്ളുന്നതിനും കാരണമാകുന്നു. നെക്സ്റ്റ് മനുഷ്യപ്രവർത്തനങ്ങൾക്ക് വേദിയൊരുക്കുന്നത് ഭൂരൂപങ്ങളാണ്. മനുഷ്യപ്രവർത്തനങ്ങൾക്ക് വേദിയൊരുക്കുന്നത് ഭൂരൂപങ്ങളാണ്. നെക്സ്റ്റ് ഒരു ഫാക്റ്റ്. വന സാന്ദ്രതയെയും പുൽമേടുകളുടെ സ്വഭാവത്തെയും നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് 2 താപനിലയും വർഷണവും. അപ്പോൾ ഈ വനസാന്ദ്രതയെയും പുൽമേടുകളുടെ സ്വഭാവത്തെയും നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് താപനില, അതുപോലെ തന്നെ വർഷണം. അപ്പോൾ ലാസ്റ്റത്തെ ഒരു ഫാക്റ്റാണ്, സസ്യങ്ങൾ, ജന്തുക്കൾ, മറ്റ് സൂക്ഷ്മജീവികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ജൈവമണ്ഡലത്തിൻ്റെ അടിസ്ഥാനമാണ് മണ്ണിനങ്ങൾ. എന്താണ്? സസ്യങ്ങൾ, ജന്തുക്കൾ, മറ്റ് സൂക്ഷ്മജീവികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ജൈവമണ്ഡലത്തിൻ്റെ അടിസ്ഥാനമാണ് മണ്ണിനങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഫാക്റ്റ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഓരോ ഫാക്റ്റും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.